അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DRL നമ്മുടെ സെഡസ്ത്രയുടെ DRLൻ്റെ മേക്കിംഗ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് പാരലൽ കണക്ഷനാണ്. ഇത് നമുക്ക് സീരീസ് കണക്ഷൻ കൊടുക്കാം. സീരീസ് കണക്ഷൻ കൊടുക്കുമ്പോൾ തലവേദനയാണ്, അതുകൊണ്ടാണ് പാരലൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെ ലൈറ്റ് കുനുകുനാന്ന് ഒട്ടിക്കുക. ഇങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ ഒട്ടിച്ചതാക്കിയിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഇത് നമ്മുടെ എറാൾഡൈറ്റ് ആണ്. കണ്ടില്ലേ, എറാൾഡൈറ്റാണ് നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടുകയും ചെയ്യും. കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മളിത് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഷോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഒന്ന് ഒട്ടി സെറ്റ് ആവട്ടെ. അപ്പം അതെ, നമ്മൾ യൂസ് ചെയ്യണ വയർ വേണ്ട കോപ്പർ വയറാണ്, ഇൻസുലേറ്റഡ്. ഇതായിട്ട് മിനി മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിട്ടും. അപ്പം അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരത്തെ കനം കുറഞ്ഞ വയർ വെച്ചിട്ടായാലും സെറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രം ഇതാക്കി എടുത്തിട്ട് അത് കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെയ്യാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇൻസുലേറ്റഡ് കോപ്പർ വയറിൻ്റെ ഇൻസുലേഷൻ കളയുക. അത് നമുക്ക് ഇനി ഇതുമ്മേ ലെഡാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യണത് പാരലൽ കണക്ഷനാണ്. ഇനി സീരീസ് കണക്ഷൻ ഉണ്ട്, അത് ഞാൻ വേറെ ഇതിൽ സീരീസ് കണക്ഷൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ സൈഡിൽ മൊത്തം ഇതാക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഷോൾഡർ ചെയ്യാൻ എന്താ കണ്ടോ, ഇത് ഇങ്ങനത്തെയാണ് നമ്മൾ ഷോൾഡർ ചെയ്യാൻ ചെറുത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ പ്രൊഡക്റ്റിൽ കിട്ടാൻ എന്തായാലും ടാഗ് ചെയ്തിടാം. ഇത് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിങ്ങി പതുക്കെ ഇതിങ്ങനെ ആക്കി കൊടുക്കാം. മാക്സിമം ഷോൾഡർ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് ഷോൾഡർ ആയിക്കോട്ടെ കേട്ടോ. അതിന് വേറെ സെപ്പറേറ്റ് അത് മാറ്റാൻ നിൽക്കുന്നുണ്ട. അതേ പോണു. കുറച്ച് ലഡ് യൂസ് ചെയ്യാൻ ഫ്ലക്സ് യൂസ് ചെയ്യണത് വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്ലക്സ് ഇല്ല, കാണാനില്ല ഇവിടെ ഒന്നും. വണ്ടി ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ബാക്കി സൈഡും സെറ്റാക്കാം. അപ്പോൾ ഈ സംഭവം നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലേ, ഇതിപ്പോൾ നമ്മൾ സീരീസ് കണക്ഷൻ, പക്ഷേ പാരലൽ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇതേമാതിരി നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പുറത്തേക്ക്, അപ്പോൾ ഉള്ളിൽ കയറ്റുമ്പോൾ കാണില്ല, മാക്സിമം അധികം പുറത്തേക്ക് വയർ എക്സ്പോസ് ആവാത്ത രീതിയിൽ ഷോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് എന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സാധനമാണ്, ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ പിക്സൽ ഒട്ടിക്കുന്ന ഇത് ചാനലിൽ ഒരു ഫെയ്ഡർ ഉണ്ടാവും. ഈ സാധനമാണ് നമ്മൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചുള്ളത്. വരയ്ക്കാനൊക്കെ സിമ്പിളാണ്, ആ ഡിസൈൻ നോക്കിയാണ് വരച്ചാൽ മതി. അപ്പം അതെ, നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും മറ്റേതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇത് വളയ്ക്കാണ്ട് നൈസായിട്ട് വേണ്ട. ഞാൻ ഇത് ഈ വയർ യൂസ് ചെയ്യാനുള്ള സോറി മാൻ, ഇത് നമ്മുടെ എങ്ങനെ പേരും പറഞ്ഞല്ലോ, കോപ്പർ വയർ യൂസ് ചെയ്യാം. കുറച്ച് കട്ടുള്ള കോപ്പർ വയറാണ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അങ്ങനെ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സാധ്യത വളവുണ്ട്, ആ വളവ് നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും. പതുക്കെ കൊടുത്തിട്ട് വല്ലാണ്ട് സ്ട്രെയിൻ കൊടുത്ത് വളയ്ക്കരുത്, അപ്പോൾ അതിൻ്റെ പരിപ്പിളക്കി പോരും. കുറച്ച് വളച്ചത്, ഞാൻ കുറച്ച് കൂടുതൽ അതിൻ്റെ വളച്ചത്. അപ്പോൾ ഇതിന് ചെക്ക് ചെയ്യണം നല്ലോണം. ഇപ്പോൾ നമ്മളിത് ഇപ്പം തന്നെ ചെക്ക് ചെയ്യാം അല്ലേ, ചെക്ക് ചെയ്തേക്കാം. അത് നമ്മൾ ചെക്ക് ചെയ്യാനേ ഫസ്റ്റ് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്ററിൽ ഈ സാധനം തിരിച്ചിട്ട് മൾട്ടിമീറ്ററിൽ ഈ സാധനം തിരിച്ചിട്ട് ഇതിലിടാം. ഈ സാധനം കണ്ട കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണ സംഭവം ഇതിലിടാം. ഇതിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കൊണ്ടയ്ക്കുമ്പോഴാവും ചിലപ്പോൾ കത്താണ്ടിരിക്കുക. നല്ല രസമുള്ള പരിപാടിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടത്. നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വേണ്ട, ഒരു ലൈനോടെ ഇതിപ്പോൾ ഏതാ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അതന്നെ പോസിറ്റീവ്. ഇതിങ്ങനെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അടിയത്തെ ലൈനാണ് നെഗറ്റീവ്. അപ്പോൾ ഇതിലും കൊടുത്തു കഴിഞ്ഞാൽ കത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കത്താത്ത ലൈറ്റുകളുണ്ട. അവിടെ ഷോൾഡറിങ് ആയിട്ടില്ല, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് കാണുന്നുണ്ട്. കുഞ്ഞിതായിട്ട് കത്തോളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷോൾഡറിങ് ആയിട്ടില്ല എന്നുള്ളതാണ്.
അപ്പം നമ്മൾ ഒന്നും കൂടി അവിടെ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും കത്തും. വേറെ വിഷയമൊന്നുമില്ല. ഒക്കെ എല്ലാം കുറച്ച് ഇത് ഒട്ടിച്ചെടുക്കാൻ മാത്രം കുറച്ച് ക്ഷമ ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം സഡപ്പടിയെന്ന് വെച്ച് തീരും. എന്തൊക്കെയോ ഷോൾഡറിങ് ആവാത്തുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് നോക്കട്ടെ, നോക്കിയിട്ട് ശരിയാക്കാം നമുക്ക്. ഫോക്കസ് ആവണമല്ലോ. കണ്ട ഇതേ ഇപ്പോൾ ഇവിടെ നൈസായിട്ട് ഷോൾഡറിങ് ഇടണണ്ട. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കേസുകളാണ്. കൈ ഉള്ളത് നന്നായിട്ട് കേട്ടോ. ഈ കോപ്പർ വയർ വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഷോൾഡറിങ് ആക്കുമ്പോൾ നല്ല രീതിക്ക് കൈ പോകും. ഫോക്കസ് ആവണില്ല നീ കണ്ട. നമ്മളിപ്പോൾ കുറച്ച് ഈശെല്ലാം ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ച് തേമ്പി കൊടുക്കുക. തേമ്പുമ്പോൾ കൈക്ക് നല്ല സുഖം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ടൊക്കെ ചെയ്തോ. കൈ പൊള്ളിച്ചിട്ട് എൻ്റെ പേരൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇത് കുഞ്ഞു ഷോൾഡറിങ് ആയിട്ട് ഇത്രയും കൈകളുണ്ട്. വലിയ ഷോൾഡറിങ് ചെയ്തിട്ടത് വലിയ ഷോൾഡറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റും സാധനവും നല്ലതുണ്ട്. അതൊക്കെ കൂടി കത്തിപ്പോവും, എന്താ ഉരുകി പിടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതാണെന്ന് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തും മറ്റേ കൊടുത്തൊക്കെ ചെക്ക് ചെയ്തെടുക്കണം. എന്നാലേ സാധനം ശരിക്ക് കത്തണുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അറിയുള്ളൂ. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഷോൾഡറായി അവിടെ ഷോൾഡർ ആകത്തുണ്ട്. ഇടയിൽ ഇമ്പോസ്റ്റേഴ്സ്, ഇതിൻ്റെ ഇടയിൽ ഇമ്പോസ്റ്റേഴ്സ് ഉണ്ട്, കള്ളപ്പന്നികൾ. അല്ല ബാക്കിൽ ഷോൾഡർ ഉണ്ടല്ലോ. എന്തൊക്കെയാണോ അത് കത്തണില്ല. നോക്കട്ടെ, നമുക്ക് കത്തിച്ച് നോക്കി കഴിഞ്ഞിട്ട്. അയ്യോ ഇപ്പം തന്നെ ക്യാമറ കത്തിപ്പോയെന്നെ. അതന്നെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് വീണ്ടും കത്തിച്ച് നോക്കാം. SMDയുടെ പോസിറ്റീവായിട്ട് മനസ്സിലാവുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഒരുവിധം കത്തിയുണ്ട് കേട്ടോ. ബാക്കി അവിടെ നിന്നുള്ള കത്തിയുണ്ട്. ഇനി ഇവിടെയുള്ള 2-3 മാത്രം കുറച്ച് വിഷമമുണ്ട് കത്താൻ. അതുകൊണ്ടാ തിരിച്ചു പിടിക്കട്ടെ. കാണിച്ചുതരാം ബേബി. ഇതിപ്പോൾ പിടിക്കാനും പറ്റുന്നുണ്ട്. കണ്ട ഈ സെക്ഷൻ ഫുള്ള് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട ഈ സെക്ഷൻ ഫുള്ള് കത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിനെ മാത്രമേ നമ്മൾ നോക്കണ്ടു. അപ്പോൾ അവന്മാരും കൊണ്ട് സെറ്റാക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതിന് നമ്മളെല്ലാ പണിയും നിർത്തി എല്ലാം കത്തിയിട്ടുണ്ട്. ഇതിന് ബ്രൈറ്റ്നസ് ആകുമ്പോൾ ഈ മൂലമൊക്കെ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. മൂല ലൈറ്റ് ഉണ്ട്, അതിന് നൈറ്റ് ഉള്ളിൽ നിൽക്കണം, എളുപ്പമുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ബാക്കിയെല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ DRL ചെയ്യണ പരിപാടി. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ അപ്പുറത്തേലും വരുന്നുള്ളൂ, വേറെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ രണ്ടും കൂടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ബോറടിക്കും, എനിക്കും ബോറടിക്കും. അല്ല എനിക്ക് ബോറടിക്കില്ല, ചെയ്യണം, രണ്ടും ചെയ്യണമെങ്കിൽ. അപ്പോൾ അതെ കണ്ട ഇത്ര ഉള്ളൂ DRL. നമ്മളിതിൽ കുറച്ച് വേറെ വയർ കൊടുത്തിട്ടേ കുറച്ച് ബ്രൈറ്റിൽ കാണിച്ചു തരാം. വേറെ വയർ കൊടുക്കട്ടെ. പിന്നെ ഇത് ഈ കമ്പി തന്നെ കൊടുക്കണമെന്ന് യാതൊരു ഇത് നിർബന്ധമില്ല. ഞാൻ കൊടുത്തെന്ന് വെച്ചിട്ട് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഇത് വല്ലാണ്ട് കനം കൂടിയ വയറിനെടുത്ത് കൊടുക്കാണ്ടിരുന്നാൽ മതി. കനം കുറഞ്ഞ വയർ കൊടുക്കുക. അതേമാതിരി വല്ലാണ്ട് കനം കുറഞ്ഞ കൊടുക്കണ്ട, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് പറയുമ്പോൾ അത്യാവശ്യം നിൽക്കും. ഈ ഇങ്ങനത്തെ ഇൻസുലേറ്റഡ് ആകുമ്പോഴേ കുഴപ്പമില്ലാതെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതുമ്മേ വയർ കൊടുത്തിട്ട് നമുക്കൊരു ബാറ്ററിയും വെച്ച് കൊടുത്തു നോക്കാം. ഫസ്റ്റ് റിസൾട്ട് ദേവി ആർക്കാണ്. അയ്യോ കണ്ടില്ല അല്ലേ ഞങ്ങൾ, സോറി ഗൈസ്. ഇവിടെ വയർ കൊടുക്കാം കേട്ടോ. ഞാൻ നീങ്ങിപ്പോയത് അറിഞ്ഞില്ല. ഇപ്പം ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഷോൾഡറിങ് ഇതാക്കുന്ന സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും പിടിച്ചോളും. എന്നുവെച്ചാൽ വല്ലാണ്ട് അമർത്തി പിടിച്ചിരിക്കേണ്ട, കാരണം ഇത് ഉരുകിപ്പോവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ തരി ഫാക്ടറി കൊടുത്തോക്കാം. ബാറ്ററി കണ്ടണ്ട. 2AA ബാറ്ററി. ഇതിൽ നമുക്ക് ഏതാണ് നെറ്റ് കൊടുത്തത്? പച്ച പോസ്റ്റ് കൊടുത്തു. അത് ഇത് വയറ് കുറച്ച് നീട്ടം കൂടുതലുണ്ട്. ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് ഇതിന് നമ്മുടെ ഇത് വരുന്നത് LED ബൾബിൻ്റെ അതേ വോൾട്ടേജിൻ്റെ വരുന്നത്. കത്തുന്നില്ല, അയ്യോ മാറിപ്പോയി.
പുല്ല് ഏതാണോ വാട്ട ബ്രൈറ്റ്നസ് കണ്ടാ. ഇതാണ് DRL. ഇത്ര ഉള്ള DRL ഉണ്ടാക്കാൻ സിമ്പിൾ പരിപാടിയാണ്. ഈ വീഡിയോ മേലെ പോണു. ചിലപ്പോൾ നീ ബാറ്ററി പിടിക്കേണ്ട ഭയങ്കര പണിയാണ്. 3.7 കൊടുത്ത് കത്തി പോകും. കണ്ട ഇത്ര ഉണ്ടോ നമ്മുടെ DRL എത്ര ഉണ്ടാ ട്യൂബിലേറ്റ് എത്ര എത്തും. അപ്പോൾ ഇത്ര ഉള്ള DRL. ഇത് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സീരീസ് കണക്ഷൻ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ. അറേഞ്ച് ചെയ്യാനും വ്യത്യാസമുണ്ട്. അത് ഈ ടൈപ്പിൽ അറേഞ്ച് ചെയ്യാം, മറ്റേ ടൈപ്പിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ അതിന് റെസിസ്റ്ററാണ്, അതിൻ്റെ കയ്യിൽ ഇപ്പില്ല, വാങ്ങിയിട്ട് വേണം. SMD റെസിസ്റ്റർ ഉണ്ട്, വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാണാനില്ല. അപ്പോൾ ഇതാണ് DRLൻ്റെ സംഭവം. പാരലൽ കണക്ഷൻ ഏറ്റവും എളുപ്പമുള്ള കണക്ഷനാണ്. ഇത് ഇനി നേരിട്ട് എവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ വണ്ടിയിൽ ഫ്രണ്ടുമ്പോൾ കയറ്റണ സമയത്ത് ഞാൻ ആ വീഡിയോ അത് ഞാൻ കാണിച്ചു തരാം, ഏത് ഇതിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ SMDയുടെ പോസിറ്റീവായിട്ട് തിരിച്ചറിയാനുള്ള പരിപാടി, അത് സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടിയാണ്. അതൊരു SMD എടുക്കട്ടെ കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് എന്തായാലും വലിയ SMD എടുക്കാം. കേട്ടോ വലിയ ഇത് കണ്ട, ഇതാണ് നമ്മൾ ഇങ്ങനെ വലിയ SMD. അപ്പോൾ ഈ SMDയുടെ ഇതിലിപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതേമാതിരി മറ്റേ മൾട്ടിമീറ്റർ വെച്ചിട്ട് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇവിടെയും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കത്തില്ല, കാരണം ഇത് നെഗറ്റീവും പോസിറ്റീവും മാറി കിടക്കുകയാണ്. അപ്പോൾ അതെ നമ്മൾ മാറ്റി കൊടുക്കാം. എനിക്കറിയാം, ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. അതെ കണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കത്തണണ്ട ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. കണ്ട, ഇതിൽ ഈ വര പോലത്തെ ഭാഗം വരുന്നതല്ലേ, ചിലതിലിങ്ങനെ വര വരും, ചിലതിൽ ആരോ മാർക്ക് വരും. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം, ഈ നീളം ഇവിടെ ഇങ്ങനെ വീതി, ഇവിടെ വലുതും ഇവിടെ ചെറുതായിരിക്കും. നെഗറ്റീവിൻ്റെ അവിടെ ഇങ്ങനെ പോയിൻ്റായിട്ടും വരും. ഇത് ചിലതിൽ മാതിരി വരും, ചിലതിലൊരു ഏരോ മാർക്ക് വരും. ഏരോ മാർക്കിന് തുമ്പ് വരുന്നത് നെഗറ്റീവും പരന്ന് വരുന്നത് പോസിറ്റീവും. അത്രയും ഓർമ്മ വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോൾ, പാരലൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. കിട്ടണമെങ്കിലോ കണ്ടോ, ഇതിൽ വരുന്നത് ഏരോ മാർക്കാണ്. കണ്ടോ, ഇതിൻ്റെ ഏരോ മാർക്കിൻ്റെ പോയിൻ്റായിട്ടുള്ള സൈഡെല്ലാം ഒരു സൈഡിലേക്കും മറ്റേത് മറ്റേ സൈഡിലേക്കും അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ കൊടുക്കുമ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാം. സീരീസ് കൊടുക്കുമ്പോൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഒരെണ്ണം അങ്ങോട്ട് അങ്ങനെ ചെയ്യണം. അത് ഞാൻ എന്തായാലും അത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ SMD ഇതിലും ചെറുതുണ്ട് വലുതുണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കുറച്ച് വലുപ്പമുള്ള SMD ഇതാണ്, പിന്നെ വലുതാണ് വരുന്നത്. ഏരോ മാർക്ക് ഞാൻ കാണിച്ചു തരാം. ഏരോ മാർക്ക് ഉണ്ട് ഇവിടെ, ഇല്ലയെന്ന് വിചാരിച്ച ഏരോ മാർക്ക് ഇതേ കണ്ടോ, ഇത് കണ്ടോ. ഇതിലൊന്ന് ഏരോ മാർക്ക്, ഒന്ന് T പോലെയാണ് വരിക. രണ്ടിൻ്റെയും ഇത് പോയിൻ്റായിട്ട് വരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ Tന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം നെഗറ്റീവും, ഇതിൻ്റെ പോയിൻ്റായിട്ട് വരുന്ന ഭാഗം നെഗറ്റീവും. അത്രേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അവരിഞ്ഞ് തെറ്റി മാർക്ക് ചെയ്തിട്ട് എന്നൊന്നും പറയരുത്. ഒരെണ്ണത്തിലാണ് അങ്ങനെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി DRL ഉണ്ടാക്കാൻ പറഞ്ഞതില്ല എന്ന് പറയരുത്. അപ്പോൾ ഇത്ര ഉള്ള DRLൻ്റെ പരിപാടി സിമ്പിൾ പരിപാടിയാണ്. ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ച് അറേഞ്ച് ചെയ്തെടുക്കലാണ് കുറച്ച് പണി. നമ്മൾ യൂസ് ചെയ്യണത് ഈ LED ഇത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതാണ്, എറാൾഡ് 8. രണ്ടും കൂടി മിക്സ് ചെയ്യുക. കുറച്ചാക്കിയാൽ മതി കേട്ടോ. കുറച്ചാക്കിയിട്ട് ഇതുമാക്കി കൊടുക്കുക. കണ്ടോ, അത് ഇതുമാക്കി കൊടുത്തിട്ട് അതുമാക്കി LED പറക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ദിവസം പിടിക്കും ഈ സാധനം ഒട്ടാൻ, ശരിക്കും ഒട്ടാൻ. അപ്പോൾ ഇതായതുകൊണ്ട് ഷോൾഡർ ചെയ്യുമ്പോൾ ഇത് വിട്ടുപോരില്ല. മറ്റേ സാധാ ഫ്ലെക്സ് ക്യുക്കോ വേറെ ഇതൊക്കെ വെച്ചാൽ ഷോൾഡർ ചെയ്യുമ്പോൾ ചൂടാകുമ്പോൾ വിട്ടുപോരും. എയറാളിലേക്ക് വിട്ടു പോരുന്നില്ല, ഇതുവരെ പോന്നിട്ടില്ല, ഇനി വരുമെന്നറിയില്ല. ഇപ്പോഴും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ ചെയ്തില്ല നമ്മൾ. അപ്പോൾ പിന്നെ ഈ സാധനം നമ്മളെപ്പോഴും ഒരു ഡബിൾ സൈഡ് ടൈപ്പുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഹോൾഡർ ഉണ്ടെങ്കിൽ അതുമല്ലോ പിടിപ്പിച്ചിട്ട് ഇത് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നല്ല ബ്രൈറ്റും നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. കാരണം ഓരോ ഡോട്ടായിട്ട് LED മാതിരി നിൽക്കും, കത്തിക്കും. മറ്റേ നമ്മൾ ആദ്യം ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനമാണ്, എന്താ പറയുക, അതിൻ്റെ പേര് പറഞ്ഞല്ലോ,
മറ്റേ ഇത് ഫ്രണ്ടിൽ ഇതേമാതിരി ഗ്ലൂ ഗണ്ണ് ഫില്ല് ചെയ്തിട്ട് ബാക്കിൽ ലൈറ്റ് വയ്ക്കുന്നതാണ്. അതിനെക്കാട്ടും കുറച്ചും കൂടി എഫക്റ്റ് ഇതിനുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണാം. ഇതിപ്പോൾ ഇത്ര ഉള്ളൂ. ബൈ.